ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ. സന്ധ്യാവാർത്തയിലേക്ക് സ്വാഗതം. 12,000 പേരുടെ ഗിന്നസ് മൃദംഗനാദം മേയറും മന്ത്രിയും അറിഞ്ഞില്ല. നിയമലംഘനത്തിന് ആരുടെ മൗനാനുവാദം? കൊച്ചി 12,000 നർത്തകരുൾപ്പെടെ 20,000-ത്തിലേറെ പേർ തടിച്ചുകൂടിയ ഗിന്നസ് റെക്കോർഡ് തിരുത്താൻ പോകുന്നുവെന്ന് പ്രഖ്യാപിച്ച പരിപാടി കൊച്ചിയിൽ നടത്തിയിട്ടും നഗരസഭാ മേയറെ ക്ഷണിക്കുന്നത് തലേന്ന് മാത്രം. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ഇത്തരമൊരു പരിപാടി അറിഞ്ഞത് സ്ഥലം എംഎൽഎ വീണ് ഗുരുതര പരിക്കേറ്റ ശേഷം. സുരക്ഷാവീഴ്ചയും സംഘാടനത്തിലെ പിഴവും ചട്ടലംഘനങ്ങളുമൊക്കെ ആരോപിക്കപ്പെടുന്ന പരിപാടിയെയും സംഘാടകരെയും മൂടി നിൽക്കുന്നത് അടിമുടി ദുരൂഹത. മൃദംഗനാദം പരിപാടിയിലെ സുരക്ഷാവീഴ്ച മൂലം ഉമ തോമസ് എംഎൽഎ വേദിയിൽ നിന്ന് താഴേക്ക് വീണ് ഗുരുതര പരിക്കേറ്റതോടെയാണ് അനുമതിയില്ലാതെയാണ് സ്റ്റേജ് നിർമ്മിച്ചതെന്ന കാര്യം പോലും സ്റ്റേഡിയത്തിന്റെ ഉടമസ്ഥരായ GCDA അറിഞ്ഞത്. അനുമതിയില്ലാതെ നിർമ്മിച്ച ഈ വേദിയിൽ ഉണ്ടായിരുന്നവരുടെ കൂട്ടത്തിൽ GCDA ചെയർമാനും CPM നേതാവുമായ K ചന്ദ്രൻ പിള്ളയും ഉണ്ടായിരുന്നു. നിലവിളക്ക് കൊളുത്താനായി മാത്രം എന്ന പേരിലാണ് സംഘാടകർ സ്റ്റേജ് നിർമ്മിച്ചത് എന്നായിരുന്നു ആദ്യവാദം. എന്നാൽ സാംസ്കാരിക മന്ത്രിയും സ്ഥലം എംപിയും MLAയും CEP പോലീസ് കമ്മീഷണറും GCDA ചെയർമാനുമെല്ലാം പങ്കെടുത്ത സമയത്തൊന്നും ആരുടെയും കണ്ണിൽ ഈ നിയമലംഘനം പെട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. നഗരസഭാ മേയർ M. അനിൽകുമാറിനെ സംഘാടകർ പരിപാടിക്ക് ക്ഷണിച്ചത് തലേന്നാണ്. സംഘാടകർ ക്ഷണിക്കാൻ വരുന്ന കാര്യം ചന്ദ്രൻ പിള്ളയാണ് വിളിച്ചു പറഞ്ഞതെന്ന് അനിൽകുമാർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. നഗരസഭാ മേയറെ ക്ഷണിക്കേണ്ടത് പരിപാടിയുടെ തലേന്നല്ല എന്ന രീതിയിൽ താൻ സംഘാടകരോട് അനിഷ്ടം പ്രകടിപ്പിച്ചിരുന്നുവെന്നും പരിപാടിക്ക് പോയില്ല എന്നും അനിൽകുമാർ വ്യക്തമാക്കി. ഇത്തരത്തിലൊരു പരിപാടി നടക്കുന്ന കാര്യവും നഗരസഭയെ അറിയിച്ചിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ. നൃത്തപരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നവരോട് പണം പിരിച്ച കാര്യവും മറച്ചുവെച്ചു. ഈ പരിപാടിയുടെ വിനോദനികുതി സംഘാടകർ അടയ്ക്കേണ്ടതായിരുന്നു എന്നും ഇത് ഈടാക്കാൻ നഗരസഭ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മേയർ വ്യക്തമാക്കി. താൻ ഇത്തരമൊരു പരിപാടി നടക്കുന്ന കാര്യം പോലും അറിഞ്ഞിരുന്നില്ലെന്നാണ് കളമശ്ശേരി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന മന്ത്രി P. രാജീവ് പറഞ്ഞത്. ഉമ തോമസ് അപകടത്തിൽപ്പെട്ടതിനു പിന്നാലെ ആശുപത്രിയിലെത്തിയപ്പോഴായിരുന്നു രാജീവിന്റെ പ്രതികരണം. എറണാകുളം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയാണ് രാജീവ്. പോലീസ് കേസെടുത്തതിനു പിന്നാലെ സംഘാടകരായ മൃദംഗവിഷൻ MD വയനാട് മേപ്പാടി സ്വദേശി M. നികോഷ് കുമാർ, പരിപാടിയുടെ നടത്തിപ്പുകാരായ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഓസ്കർ ഇവന്റ് മാനേജ്മെന്റിന്റെ പ്രൊപ്പറേറ്റർ ജനീഷ PS എന്നിവർ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു. നേരത്തെ പ്രതികൾക്കെതിരെ ജാമ്യം ലഭിക്കാവുന്ന ചെറിയ വകുപ്പുകൾ ചുമത്തിയത് വിവാദമായിരുന്നു. തുടർന്ന് ജാമ്യമില്ലാ വകുപ്പുകൾ കൂടി ചുമത്തി. ഇവരോട് കീഴടങ്ങാൻ കോടതി നിർദ്ദേശിച്ചു. കിരിബാത്തി ദ്വീപിൽ പുതുവത്സരം മിഴി തുറന്നു. 2025-നെ വരവേറ്റ് തുടങ്ങി ലോകം. 2025-നെ വരവേൽക്കാൻ ലോകം കണ്ണുണ്ട് കാത്തിരിക്കുമ്പോൾ പുതുവത്സരത്തെ വരവേറ്റ് കിരിബാത്തി ദ്വീപ്. പുതുവർഷത്തെ സ്വാഗതം ചെയ്യുന്ന ആദ്യ രാജ്യമാണ് കിരിബാത്തി ദ്വീപ്. പസഫിക് സമുദ്രത്തിലെ ദ്വീപ് രാഷ്ട്രമായ കിരിബാത്തി ദ്വീപ് ക്രിസ്മസ് ദ്വീപ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യ പുതുവത്സരം ആഘോഷിക്കുന്നതിനേക്കാൾ 8.5 മണിക്കൂർ മുന്നേ ആയിരുന്നു ദ്വീപിലെ പുതുവത്സര ആഘോഷം. ഗ്രീൻവിച്ച് സമയത്തേക്കാൾ 14 മണിക്കൂർ മുന്നിലാണിത്. വെടിക്കെട്ടിന്റെയും സംഗീതത്തിന്റെയും അകമ്പടിയോടെയാണ് കിരിബാത്തി ദ്വീപ് വാസികൾ പുതുവത്സരത്തെ വരവേറ്റത്. കിരിബാത്തിക്ക് പിന്നാലെ ന്യൂസിലാൻഡ്, ടോഗലൗ, ടോങ്ക തുടങ്ങിയ പസഫിക് ദ്വീപുകളിലും പുതുവത്സരം പിറന്നു. ഒട്ടേറെ പേർക്ക് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു. മാപ്പ് ചോദിക്കുന്നു. മണിപ്പൂർ കലാപത്തിൽ ബിരേൻ സിംഗ്. ഇംഫാൽ. മണിപ്പൂർ കലാപത്തിൽ ജനങ്ങളോട് മാപ്പ് ചോദിച്ച് മുഖ്യമന്ത്രി N. ബിരേൻ സിംഗ്. 2025-ൽ സാധാരണ നില പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഒട്ടേറെ പേർക്ക് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു. പലരും വീട് വിട്ടിറങ്ങി. 2025-ൽ മണിപ്പൂർ സാധാരണ നിലയിലെത്തുമെന്നും തനിക്ക് പശ്ചാത്താപം തോന്നുന്നുവെന്നും ബിരേൻ സിംഗ് പറഞ്ഞു. ഈ വർഷം മുഴുവനും ദൗർഭാഗ്യകരമായിരുന്നു. കഴിഞ്ഞ മെയ് 3 മുതൽ ഇന്നുവരെ സംഭവിച്ചതിന് സംസ്ഥാനത്തെ ജനങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. എനിക്ക് ദുഃഖമുണ്ട്. സംഭവിച്ചതെല്ലാം സംഭവിച്ചു. നിങ്ങൾ മുൻകാല തെറ്റുകൾ ക്ഷമിക്കുകയും മറക്കുകയും വേണം. സമാധാനവും സമൃദ്ധിയും നിറഞ്ഞ മണിപ്പൂരിലേക്ക് നമ്മൾ പുതിയ ജീവിതം ആരംഭിക്കണം, ബിരേൻ സിംഗ് പറഞ്ഞു. മണിപ്പൂരിലെ 35 ഗോത്രങ്ങളും ഒരുമിച്ച് ജീവിക്കണം. സംസ്ഥാനത്തെ എല്ലാ സമുദായങ്ങളോടും ഇക്കാര്യം താൻ അഭ്യർത്ഥിക്കുന്നതായും ബിരേൻ സിംഗ് പറഞ്ഞു. ഉമ തോമസിന്റേത് പോസിറ്റീവ് സൂചന. അന്വേഷണം ആരെ പറ്റിക്കാൻ? സംഘാടകരെ രക്ഷിക്കാൻ ശ്രമം. കൊച്ചി. ഉമ തോമസ് MLAയുടെ ആരോഗ്യം സംബന്ധിച്ച് പോസിറ്റീവായ സൂചനകളാണ് ഡോക്ടർമാരിൽ നിന്ന് ലഭിച്ചിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അണുബാധ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി മക്കള് അല്ലാതെ ആരെയും കാണാൻ അനുവദിച്ചിട്ടില്ല. കലൂര് സ്റ്റേഡിയത്തില് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് പോലീസ് സമ്മതിച്ചിട്ടുണ്ട്. GCDAയിലെ എഞ്ചിനീയറിംഗ് വിഭാഗവും പോലീസും സുരക്ഷാ പരിശോധന നടത്തണമായിരുന്നു. കളമശ്ശേരി കുസാറ്റിലെ അപകടത്തിലും പോലീസിന്റെ അനാസ്ഥയുണ്ടായിരുന്നു. അത് കലൂരും ആവർത്തിച്ചു. സംഘാടകരെ ആളുകളെ കബളിപ്പിച്ച് പണം വാങ്ങുകയായിരുന്നു. പരാതി നൽകിയിട്ടും പോലീസ് അന്വേഷിക്കുന്നില്ല. പോലീസിനും GCDAയ്ക്കും സംഘാടകർക്കും സുരക്ഷാ വീഴ്ചയിൽ പങ്കുണ്ട്. ഇത്രയും വലിയ അപകടം സംഭവിച്ചത് സുരക്ഷാ വീഴ്ചയെ തുടർന്നാണെന്ന് എല്ലാവർക്കും ബോധ്യമായതാണ്. ഒരു സുരക്ഷാ വീഴ്ചയും ഇല്ലെന്നാണ് മന്ത്രി സജി ചെറിയാന് പറയുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്? ആരെ പറ്റിക്കാനാണ് അന്വേഷണം നടത്തുന്നത്? മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി ആണെങ്കിൽ എങ്ങനെയായിരിക്കുമോ സുരക്ഷ? മുഖ്യമന്ത്രിയുടെ പരിപാടിയുടെ സുരക്ഷ മാത്രം പോലീസ് ഉറപ്പുവരുത്തിയാലും മതിയോ?
ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന പരിപാടി ആയിട്ടും സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കാൻ പോലീസ് തയ്യാറായില്ല. പരിപാടി സംഘടിപ്പിച്ചവർക്ക് സിപിഎമ്മുമായി ബന്ധമുണ്ട്. അതുകൊണ്ടാണ് സംഘാടകരെ സംരക്ഷിക്കാൻ മന്ത്രി ഇറങ്ങിയിരിക്കുന്നത്. പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെ ഒരു സുരക്ഷാ വീഴ്ചയും ഇല്ലെന്ന് ഒരു മന്ത്രി പറയാന് പാടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥരാണ് അത് പരിശോധിക്കേണ്ടത്. മന്ത്രിയുടെ എടുത്തുചാടിയുള്ള പ്രതികരണം സംഘാടകരെ രക്ഷിക്കുന്നതിനു വേണ്ടിയാണ്. കായിക ആവശ്യത്തിനു വേണ്ടിയാണ് കെ കരുണാകരന് സർക്കാർ സ്റ്റേഡിയം കൊണ്ടുവന്നത്. പണം ഉണ്ടാക്കുന്നതിനു വേണ്ടിയാണ് കായികേതര ആവശ്യങ്ങൾക്കും സ്റ്റേഡിയം വിട്ടുനൽകാൻ ജിസിഡി ഏകപക്ഷീയമായി തീരുമാനിച്ചത്. അതും അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണം. അത്തരം പരിപാടികൾക്ക് വിട്ടുനൽകുമ്പോൾ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തമുണ്ടെന്നും സതീശൻ പറഞ്ഞു. പുതുവത്സരം ആഘോഷിക്കുമ്പോൾ ശ്രദ്ധിക്കണേ. കേരളത്തിൽ 9 ജില്ലകളിൽ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം. പുതുവത്സരം ആഘോഷിക്കാൻ കാത്തുനിൽക്കിയ സംസ്ഥാനത്ത് ഇന്ന് 9 ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. ഒരു ജില്ലയിലും അലർട്ട് നൽകിയിട്ടില്ല. ഒറ്റപ്പെട്ടയിടങ്ങളിൽ മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശും. ആഘോഷത്തിൽ കോഴിക്കോട് ബീച്ച്, ഹോട്ടലുകളും റിസോർട്ടുകളും കേന്ദ്രീകരിച്ച് വയനാട്ടിലെ പുതുവത്സരം. കോഴിക്കോട്. ഹോട്ടലുകളും റിസോർട്ടുകളും കേന്ദ്രീകരിച്ച് കോഴിക്കോട്, വയനാട് ജില്ലകളിലെ പുതുവത്സരാഘോഷം. പൊതുസ്ഥലങ്ങളിൽ ആഘോഷത്തിന് നിയന്ത്രണങ്ങളുള്ളതിനാൽ സ്വകാര്യ കേന്ദ്രങ്ങളിൽ ആഘോഷിക്കുന്നവരാണ് കൂടുതൽ. ഹോട്ടലുകളും റെസിഡൻസ് അസോസിയേഷനുകളും പ്രത്യേകം പരിപാടികൾ നടത്തുന്നുണ്ട്. കോഴിക്കോട് ബീച്ചിലാണ് പ്രധാന ആഘോഷം. എന്നാൽ ജനുവരി 1 പുലർച്ചെ 1 മണിവരെ മാത്രമേ ബീച്ചിൽ നിൽക്കാനാവൂ. ജില്ലയിൽ മറ്റ് ബീച്ചുകളിലൊന്നും സാധാരണ ആഘോഷം നടക്കാറില്ല. മാളുകളും ഹോട്ടലുകളും കേന്ദ്രീകരിച്ചാണ് നഗരത്തിലെ ആഘോഷം. വയനാട്ടിൽ പുതുവത്സര ആഘോഷം നടക്കുന്നത് പ്രധാനമായും റിസോർട്ടുകളിലാണ്. ചെറുതും വലുതുമായ റിസോർട്ടുകളിൽ പ്രത്യേകം പരിപാടികൾ നടത്താറുണ്ട്. ഒരുപാട് ആളുകൾ ഒത്തുചേരുന്ന പരിപാടികൾ ജില്ലയിൽ കുറവാണ്. വയനാട് ചുരം വ്യൂ പോയിന്റിലും നിയന്ത്രണങ്ങളുണ്ട്. രാത്രി 10 മണിക്ക് ശേഷം വ്യൂ പോയിന്റിൽ ആളുകൾ കൂട്ടം കൂടാൻ പാടില്ല. വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ളതിനാൽ വയനാട്ടിൽ രാത്രിയിൽ കൂട്ടം കൂടുന്നതിന് നിയന്ത്രണമുണ്ട്. ചുരത്തിലെ കുരുക്ക്. പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ട് താമരശ്ശേരി ചുരത്തിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ നടപടിയുമായി പോലീസ്. ചൊവ്വാഴ്ച വൈകിട്ട് മുതൽ പുതുവത്സര ദിനമായ ബുധനാഴ്ച പുലർച്ചെ വരെ ചുരംപാതയോരത്ത് വാഹന പാർക്കിംഗ് നിരോധിച്ചു. ചുരം വ്യൂ പോയിന്റിൽ രാത്രി 10 മണിവരെ മാത്രമേ സഞ്ചാരികളെ ഇറങ്ങി നിൽക്കാൻ അനുവദിക്കൂ. ചുരം പാതയോരത്തെ തട്ടുകടകൾ ഉൾപ്പെടെ ചൊവ്വാഴ്ച രാത്രി 9 അടയ്ക്കണം. ഭാരവാഹനങ്ങൾക്ക് ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മുതൽ രാത്രി 12 വരെ നിരോധനം ഏർപ്പെടുത്തി. നിയന്ത്രണമുള്ള സമയത്ത് ചുരം പാതയിലേക്കെത്തുന്ന ചരക്കുലോറികൾ ഉൾപ്പെടെയുള്ള ഭാരവാഹനങ്ങൾ അടിവാരത്തും ലക്കിടിയിലും പിടിച്ചിടും. നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും താമരശ്ശേരി പോലീസ് അറിയിച്ചു. മോഷണം കഴിഞ്ഞു. മദ്യക്കുപ്പികൾ മാടുവിളിച്ചു. കുടിച്ച് പൂസായി മദ്യശാലയിൽ കിടന്നുറങ്ങി. ഹൈദരാബാദ്. തെലങ്കാനയിലെ മദ്യവിൽപ്പനശാലയിൽ മോഷണത്തിനു കയറിയ കള്ളൻ മദ്യം കുടിച്ച് പൂസായി കിടന്നുറങ്ങി. മദ്യവിൽപ്പനശാലയുടെ മേൽക്കൂരയിലെ ഓടുകൾ നീക്കം ചെയ്തും CCTV ക്യാമറകൾ പ്രവർത്തനരഹിതമാക്കിയുമായിരുന്നു മോഷണം. മേശ തുറന്ന ഡ്രോയറുകളിൽ നിന്ന് പണം മോഷ്ടിച്ചു. എല്ലാം പദ്ധതി അനുസരിച്ച് നടന്നെങ്കിലും മദ്യം കഴിച്ചതോടെ അനങ്ങാൻ പറ്റാതെയായി. പുതുവത്സര ദിനത്തിനു മുന്നോടിയായുള്ള വൻ കൊള്ളയിൽ ആഹ്ലാദഭരിതനായ കള്ളൻ മദ്യം ആവോളം കുടിക്കുകയായിരുന്നു. ആദ്യം ഒരു ബ്രാൻഡ് കഴിച്ചു, പിന്നെ മറ്റൊന്ന്, അങ്ങനെ നിരവധി കുപ്പികൾ. ഇതെല്ലാം CCTVയിൽ പതിഞ്ഞു. വിവിധ കുപ്പികളിൽ നിന്നുള്ള മദ്യം വയറ്റിലാക്കിയതിനു പിന്നാലെ ബോധം നഷ്ടമായി. രാവിലെ കടയിലെത്തിയ ജീവനക്കാരാണ് കള്ളനെ കൈയോടെ പൊക്കിയത്. ഇയാൾക്ക് ചുറ്റും പണവും മദ്യക്കുപ്പികളും ചിതറിക്കിടന്നു. ചെറിയ മുറിവ് മുഖത്തുണ്ടായിരുന്നു. രാത്രി 10 മണിക്ക് ഞങ്ങൾ കടയടച്ചു. രാവിലെ 10 മണിക്ക് തുറന്നപ്പോൾ കള്ളൻ അബോധാവസ്ഥയിൽ കിടക്കുന്നതാണ് കണ്ടത്. മേൽക്കൂരയുടെ ഓടുകൾ നീക്കിയിറങ്ങിയ കള്ളൻ പണപ്പെട്ടിയിൽ നിന്ന് പണമെടുത്തിരുന്നു. അയാളെ ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസ് അന്വേഷിക്കുന്നുണ്ട്, മദ്യവിൽപ്പനശാലയിലെ ജീവനക്കാർ പറഞ്ഞു. അമിതമായി മദ്യപിച്ചിരിക്കുന്ന മോഷ്ടാവിന്റെ മറ്റു വിവരങ്ങൾ ലഭ്യമല്ല. സ്ഥലം തരം മാറ്റാൻ 2 ലക്ഷം കൈക്കൂലി. വില്ലേജ് ഓഫീസർ പിടിയിൽ. കോഴിക്കോട്. പന്തീരാങ്കാവ് വില്ലേജ് ഓഫീസർ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ പിടിയിൽ. കണ്ണൂർ ചാലാട് സ്വദേശി MP അനിൽകുമാറാണ് വിജിലൻസിന്റെ പിടിയിലായത്. പെട്രോൾ പമ്പിനായി സ്ഥലം തരം മാറ്റുന്നത് സംബന്ധിച്ചാണ് 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ടത്. പന്തീരങ്കാവ് കൈമ്പാലത്തെ 1 ഏക്കർ ഭൂമിയിൽ 30 സെന്റ് സ്ഥലം തരം മാറ്റുന്നത് സംബന്ധിച്ചാണ് വില്ലേജ് ഓഫീസർ 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ടത്. ഇതിൽ ആദ്യ ഗഡുവായി 50,000 രൂപ വാങ്ങാനായി മെഡിക്കൽ കോളേജിന് സമീപത്തെ സ്വകാര്യ ഹോട്ടലിലെത്തിയപ്പോഴാണ് പിടിയിലാകുന്നത്. 15 വർഷമായി അനിൽകുമാർ വില്ലേജ് ഓഫീസറായി ജോലി ചെയ്യുന്നു. ഈ വർഷമാണ് പന്തീരങ്കാവിലേക്ക് സ്ഥലം മാറിയെത്തിയത്. ഇയാൾക്കെതിരെ മുമ്പും പരാതികൾ ഉയർന്നതിനാൽ വിജിലൻസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. മലയോര ഹൈവേയിൽ വാഹനാപകടം. കൂടരഞ്ഞി. മലയോര ഹൈവേയിൽ പുഷ്പഗിരിയിൽ വെച്ച് കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം. അപകടത്തിൽ പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. ആംബുലൻസിന്റെ വഴി 22 കിലോമീറ്ററോളം മുടക്കി സ്കൂട്ടർ യാത്രക്കാരന് ആശുപത്രിയിലെത്താൻ 1 മണിക്കൂർ വൈകി.
കോഴിക്കോട് സ്കൂട്ടർ യാത്രക്കാരൻ ആംബുലൻസിന്റെ വഴിമുടക്കിയതായി പരാതി. വയനാട്ടിൽ നിന്നും രോഗിയുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വന്ന ആംബുലൻസാണ് പ്രതിസന്ധി നേരിട്ടത്. 22 കിലോമീറ്റർ ദൂരം ആംബുലൻസിനെ മറികടക്കാൻ അനുവദിക്കാതെ മുന്നിലോടി. അടിവാരം മുതൽ കാരന്തൂർ വരെയാണ് തടസ്സമുണ്ടാക്കിയത്. 1 മണിക്കൂർ ഇക്കാരണം മൂലം വൈകിയെന്ന് ആംബുലൻസ് ഡ്രൈവർ ഉമേസ് പറഞ്ഞു. മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഉമേസ് പറഞ്ഞു. രോഗിയുമായി പോയ ആംബുലൻസിന് മുന്നിലെ റിക്കവറി വാനുമായി അഭ്യാസ പ്രകടനം നടത്തിയ യുവാവിന്റെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് അടുത്തിടെ റദ്ദാക്കിയിരുന്നു. കൊച്ചി നഗരമധ്യത്തിലായിരുന്നു യുവാവിന്റെ തോന്നിയാസം. ലൈസൻസ് റദ്ദാക്കിയതിനു പുറമെ യുവാവിൽ നിന്ന് പിഴയും ഈടാക്കി. വൈറ്റിലയിൽ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് രോഗിയുമായി പോകുന്ന ആംബുലൻസിന് മുന്നിലായിരുന്നു അഭ്യാസം. ആംബുലൻസ് സൈറണ മുഴക്കിയിട്ടും ഹോണടിച്ചിട്ടും റിക്കവറി വാന് സൈഡ് കൊടുത്തില്ല. വൈറ്റില മുതൽ പാലാരിവട്ടം വരെ അഭ്യാസം തുടർന്നു. ദൃശ്യങ്ങളടക്കം മോട്ടോർ വാഹന വകുപ്പിന് പരാതി കിട്ടിയതോടെയാണ് എറണാകുളം RTO ജെറ്റ്സിന് വാഹനമോടിച്ച കോട്ടയം പനച്ചിക്കാട് സ്വദേശി JR ആനന്ദിന്റെ ലൈസൻസ് താൽക്കാലികമായി റദ്ദാക്കിയത്. വാഹനം പിടിച്ചെടുത്തു. 6250 രൂപ പിഴയും മുടക്കി. മോട്ടോർ വാഹന വകുപ്പ് സംഘടിപ്പിക്കുന്ന റോഡ് സുരക്ഷാ ക്ലാസ്സിൽ പങ്കെടുക്കാനും ആനന്ദിന് നിരേശം നൽകി. എൻട്രി പാസിൽ 5 മിനിറ്റ് അധികമായി രേഖപ്പെടുത്തി ഓവർടൈമിന് പിഴ. കരിപ്പൂർ വിമാനത്താവളത്തിലെ പാർക്കിംഗ് ഫീസല്ല. പകൽക്കൊള്ള. കൊണ്ടോട്ടി കരിപ്പൂർ വിമാനത്താവളത്തിൽ കാർ പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നതിൽ വ്യാപക തട്ടിപ്പെന്ന് പരാതി. സമയം തിരുത്തിയും വാഹനങ്ങളുടെ സീറ്റിന്റെ എണ്ണം തെറ്റായി കാണിച്ചുമാണ് തട്ടിപ്പ് നടത്തുന്നതെന്ന് യാത്രക്കാർ പറയുന്നു. ഇതുമൂലം നിരവധി പേരാണ് വലിയ തുക കാർ പാർക്കിംഗ് ഫീ നൽകി വഞ്ചിതരാകുന്നത്. തോന്നിയതുപോലെയാണ് തുക ഈടാക്കുന്നതെന്നും ആരോപണമുണ്ട്. ഇത് സംബന്ധിച്ച് ദിനേന വാക്കേറ്റവും പതിവായിട്ടുണ്ട്. യാത്രക്കാരെ ടെർമിനലിന് മുന്നിൽ നിന്ന് കയറ്റിയും ഇറക്കിയും വരുന്ന വാഹനങ്ങൾ 13 മിനിറ്റിനുള്ളിൽ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഫീസ് നൽകേണ്ടതില്ല. എന്നാൽ ഇവരിൽ നിന്നടക്കം മിനിമം 40 രൂപ പാർക്കിംഗ് ഫീ വാങ്ങുകയാണ് ചെയ്യുന്നത്. രസീത് പലതിനും നൽകുന്നില്ല. തുക നൽകാൻ തയ്യാറാകാത്ത യാത്രക്കാരെ ഭീഷണിപ്പെടുത്തുന്നതായും ആക്ഷേപമുണ്ട്. പ്രതികരിച്ചാൽ പ്രശ്നം പരിഹരിച്ചെന്ന് പറഞ്ഞ് പണം തിരികെ നൽകുന്ന സംഭവങ്ങളും കുറവല്ല. വാഹനങ്ങൾ വിമാനത്താവളത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നൽകുന്ന എൻട്രി പാസിലാണ് തട്ടിപ്പ് നടത്തുന്നത്. പാസിൽ രേഖപ്പെടുത്തുന്ന സമയവും യഥാർത്ഥ സമയവുമായി മാറ്റമുണ്ടെന്ന് യാത്രക്കാർ പറയുന്നു. എൻട്രി പാസിൽ 5 മിനിറ്റ് കൂടുതലാണ് രേഖപ്പെടുത്തുന്നത്. ഇതുമൂലം പുറത്തിറങ്ങുമ്പോഴേക്കും സമയം കഴിഞ്ഞെന്ന് പറഞ്ഞ് മിക്ക വാഹനങ്ങളിൽ നിന്നും തുക പിരിക്കാം. ഇതിനു പുറമെ വാഹനത്തിന്റെ സീറ്റിന്റെ എണ്ണത്തിലാണ് മറ്റൊരു തട്ടിപ്പ്. സാധാരണ കാറുകൾക്ക് ഈടാക്കേണ്ട തുകയ്ക്ക് പകരം ക്യാരേജ് വാഹനം എന്ന് ചേർത്ത് ഇരട്ടിയായി വാങ്ങും. പ്രവേശന സമയത്ത് നൽകുന്ന കൂപ്പണിലാണ് ഈ തട്ടിപ്പ്. ക്യാരേജ് വിഭാഗത്തിലുള്ളതിന് നിലവിലുള്ള തുകയുടെ ഇരട്ടിയാണ് നൽകേണ്ടത്. ഇന്നോവ കാറിനടക്കം ഇതോടെ ടെമ്പോ ട്രാവലറിന്റെ നിരക്കാണ് നൽകേണ്ടി വരുന്നത്. കരിപ്പൂരിലെ കാർ പാർക്കിംഗ് തട്ടിപ്പിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് എയർപോർട്ട് അതോറിറ്റിക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് യാത്രക്കാർ പറയുന്നു. സ്പോർട്സ് പാർക്ക് ഉദ്ഘാടനം ചെയ്തു. തിരുവമ്പാടി പുല്ലൂരാമ്പാറ സെന്റ് ജോസഫ്സ് UP സ്കൂളിൽ തയ്യാറാക്കിയ സ്പോർട്സ് പാർക്കിന്റെ ഉദ്ഘാടനം താമരശ്ശേരി ബിഷപ്പ് മാർ റെമീജിയൂസ് ഇന്ത്യനാണിയിൽ നിർവഹിച്ചു. മികച്ച കായിക പാരമ്പര്യമുള്ള പുല്ലൂരാമ്പാറയിലെ കുരുന്നു പ്രതിഭകളുടെ കായിക കുതിപ്പിന് സ്പോർട്സ് പാർക്ക് സഹായകമാകട്ടെ എന്ന് അഭിവന്ദ്യ പിതാവ് ആശംസിച്ചു. സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ പുരിയിടത്തിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹെഡ്മാസ്റ്റർ CB കുര്യാക്കോസ്, വാർഡ് മെമ്പർ മേഴ്സി പുളിക്കാട്ട്, ഫാദർ അമൽ പുരിയിടത്തിൽ, ഹൈസ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ബീന പോൾ, PEPA പ്രസിഡന്റ് സിജോ മാളോല, MPEPA പ്രസിഡന്റ് ജിൻസ മാത്യു, അധ്യാപക പ്രതിനിധി അബ്ദുൾ റഷീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ക്രിസ്തുമസ് ആഘോഷവും കുടുംബസംഗമവും നടത്തി. കോടഞ്ചേരി ശ്രേയസ് മുറുമ്പാത്തി യൂണിറ്റ് ക്രിസ്തുമസ് ആഘോഷവും കുടുംബസംഗമവും നടത്തി. യൂണിറ്റ് ഡയറക്ടർ ഫാദർ മാർട്ടിൻ വിലങ്ങുപാറ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് പ്രിൻസ് പുത്തൻകണ്ടം അധ്യക്ഷത വഹിച്ചു. മേഖലാ കോർഡിനേറ്റർ ലിസി റെജി, CO ഇന്ദിര ദിവാകരൻ എന്നിവർ പ്രസംഗിച്ചു. കരോൾ ഗാനം, കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവ നടത്തി. സംസ്ഥാന സീനിയർ സോഫ്റ്റ് ബേസ്ബോൾ കോടഞ്ചേരി 14 ജില്ലകളിൽ നിന്നുമായി 540 കായിക താരങ്ങളും 40 ഒഫീഷ്യൽസും കായിക പ്രേമികളുമായി 1000ഓളം ആളുകൾ പങ്കെടുക്കുന്ന സംസ്ഥാന സീനിയർ സോഫ്റ്റ് ബേസ്ബോൾ മാമാങ്കത്തിനാണ് കോടഞ്ചേരി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. 3 ദിവസം നീണ്ടുനിൽക്കുന്ന പുരുഷ, വനിതാ വിഭാഗം സംസ്ഥാന സീനിയർ സോഫ്റ്റ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പ് ജനുവരി 10-ാം തീയതി കോടഞ്ചേരി സെന്റ് ജോസഫ് സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. നിലവിലെ ചാമ്പ്യന്മാർ പുരുഷ വിഭാഗത്തിൽ മലപ്പുറവും വനിതാ വിഭാഗത്തിൽ കോഴിക്കോടുമാണ്. 1300 സ്ക്വയർ ഫീറ്റിൽ പണിതീർന്ന അസോസിയേഷന്റെ സംസ്ഥാന ഓഫീസ് വെഞ്ചരിപ്പ് കർമ്മവും ഉദ്ഘാടനവും 10-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് നടക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ തെലങ്കാനയിൽ നടന്ന സബ് ജൂനിയർ യൂത്ത് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ ചാമ്പ്യന്മാരായ കേരള ടീം അംഗങ്ങളെ ആദരിക്കും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.